ഹായ്, ഞാൻ ഗ്ലെൻ. ഞാൻ JEE അഡ്വാൻസ് എക്സാം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എക്സാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഉള്ള ഒരു പേപ്പറായിരുന്നു. മോഡറേറ്റ് പേപ്പറായിരുന്നു. മാത്സ് കുറച്ചും കൂടി ലെങ്തി ആയിരുന്നു, പക്ഷേ ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കെമിസ്ട്രിയും സാധാരണ പോലെ തന്നെ ഈസിയർ ആയിരുന്നു. ഫിസിക്സ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പിക്ക് ചെയ്ത് ചെയ്യാണ് കൂടുതൽ ചെയ്തത്. അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ആയിട്ട് എനിക്ക് തോന്നിയത് മാത്സും കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. ഫിസിക്സിൽ ഇപ്പോൾ മാട്രിക്സ് മാച്ചിങ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ചില ഓപ്ഷൻസ് വെച്ച് മാത്രം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനത്തെ ഹൈ റിവാർഡുള്ള ഇതുകളും ലെസ് ടൈം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും ഞാൻ ചെയ്തു. അധികം ഒരു ക്വസ്റ്റ്യനിൽ സമയം കളയാതെ മാക്സിമം ട്രൈ ചെയ്യാണ് ചെയ്തത്. ഏറ്റവും മെയിനായിട്ട് സൈലത്തിൻ്റെ ഇതായിട്ട് എനിക്ക് തോന്നിയത് എക്സാംസ് ആണ്. എക്സാം എഴുതാൻ പോയപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഓൾറെഡി 6 hour മോക്ക് എക്സാംസ് എഴുതിയിട്ടുണ്ടായിരുന്നു, CBTs എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എക്സാം എഴുതിയപ്പോൾ എനിക്കൊരു ഫിയർ അങ്ങനത്തെ ഒരു ഇതേ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മളൊരു മോക്ക് എക്സാം എഴുതുന്ന പോലെ തന്നെ പോയി എഴുതിയതാണ്. ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, ഇനി എഴുതാൻ വരുന്നത് വരെ നമുക്ക് ആ സമയത്ത് നോക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് മാത്സ് സ്റ്റഡി മെറ്റീരിയൽസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മൾ കുറേ DPPs, ഓരോ ഇയർ വൈസ് ഉള്ള പേപ്പേഴ്സ് അതെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കുറേ ടോപ്പിക്സൊക്കെ ചിലത് കണ്ടപ്പോൾ ഭയങ്കര ഫെമിലിയർ ആയിട്ട് എഴുതി, ചില ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. അങ്ങനെ മാത്സ് അങ്ങനെ ചെയ്തപ്പോൾ ജനറലി JEE അഡ്വാൻസ് എന്ന് പറയുമ്പോൾ മാത്സാണ് ഏറ്റവും ഡിഫിക്കൾട്ട് ഇൻ ഇന്ത്യ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. പക്ഷേ എനിക്ക് മാത്സ് കൺസിഡറബിളി ഈസിയർ ആയിട്ട് തോന്നി ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തുകൊണ്ട്. സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും DPPസും മാത്സിൻ്റെ എസ്പെഷ്യലി കുറേ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്തതുകൊണ്ട് എക്സാം ഭയങ്കര ചില ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നി. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മാത്സ് എഴുതാൻ പോകുമ്പോൾ. ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാത്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇക്ബാൽ സാറിനാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കാനുള്ളത്. സാറിൻ്റെ പ്ലാനിങ്ങിലും എല്ലാത്തിലും എല്ലാ PYQ ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിനുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി ഫിസിക്സ് ആണെങ്കിലും നമ്മൾ PYQs തറവായിട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫാക്കൽറ്റീസ് എന്താണ് നമ്മൾ എക്സാമിന് മുമ്പ് പ്രിപ്പറേഷൻ്റെ ഇതിന് നല്ലോണം ഗൈഡ് ചെയ്തിട്ടുണ്ട്.